അവൻ്റെ ഏഴാമത്തെ ഫലമായ വിശ്വസ്തത. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം 4-ാം വാക്യത്തിൽ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപതിമാരും രാജ്യം സംബന്ധിച്ച് ദാനിയേലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു. എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവൻ വിശ്വസ്തനായിരുന്നതുകൊണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല. അതേ അധ്യായത്തിൻ്റെ 25 മുതൽ 28 വരെയുള്ള തിരുവെഴുത്തുകളിൽ വിശ്വസ്തനായ ദാനിയേലിനെക്കുറിച്ച് ദാരിയവേശ് രാജാവ് സർവ്വഭൂമിയിലും വസിക്കുന്ന സകല വംശങ്ങൾക്കും ഭാഷക്കാർക്കും എഴുതി അറിയിച്ചത്: എൻ്റെ രാജാധിപത്യത്തിൽ ഉൾപ്പെട്ട ഏവരും ദാനിയേലിൻ്റെ ദൈവത്തിൻ്റെ മുമ്പാകെ ഭയഭക്തിയോടുകൂടി ഇരിക്കണമെന്ന് ഞാനൊരു തീർപ്പ് കൽപ്പിക്കുന്നു. അവൻ ജീവനുള്ള ദൈവവും എന്നേക്കും നിലനിൽക്കുന്നവനും അവൻ്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും അവൻ്റെ ആധിപത്യം അവസാനം വരാത്തതും ആകുന്നു. അവൻ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നു. അവൻ ആകാശത്തിലും ഭൂമിയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു. അവൻ ദാനിയേലിനെ സിംഹവായിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. അതെ, യഥാർത്ഥ ഇസ്രായേലിൻ്റെ വിശ്വസ്ത പ്രതീകമായി ദാനിയേൽ ദൈവത്തിന് മഹത്വം നൽകിയതുകൊണ്ട് സകല വംശങ്ങളും ഭാഷക്കാരും ദാനിയേൽ സേവിച്ച ദൈവത്തിൻ്റെ മുമ്പാകെ ഭയഭക്തിയോടുകൂടി ഇരിക്കണമെന്ന് ദാരിയവേശ് രാജാവ് വിളംബരം ചെയ്തു. പ്രിയമുള്ളവരെ, ദൈവത്തിന് മഹത്വം നൽകുകയും ദൈവസന്നിധിയിലും രാജസന്നിധിയിലും ഒരുപോലെ വിശ്വസ്തനായി പ്രവർത്തിച്ച ദാനിയേൽ യഥാർത്ഥ ഇസ്രായേലിൻ്റെ വിശ്വസ്ത പ്രതീകമായി തീർന്നതുപോലെ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവജനവും പുതിയ ഇസ്രായേലുമാകുന്ന നാം ഓരോരുത്തരും ദാനിയേലിനെ പോലെ ദൈവസന്നിധിയിലും നമ്മുടെ കർമ്മമേഖലകളിലും സ്വഭവനത്തിലും ദേശത്തും രാജ്യത്തുമെല്ലാം വിശ്വസ്തരായിരിക്കുന്നത് കണ്ട് ജാതികൾ ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ ഇടയാകണം. വിശ്വസ്തയുള്ള ജീവിതത്തിലൂടെ ക്രിസ്തീയ മാതൃകയും സത്യദൈവത്തെയും നമ്മിലൂടെ കാട്ടിക്കൊടുക്കുവാൻ നാം നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. കർത്തവ്യങ്ങൾ മറക്കാതെ നിറവേറ്റുക. നമ്മുടെ ജീവിതം ക്രിസ്തുവിൽ ശോഭിതമായി തീരട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമേൻ.